ഹലോ, വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്? പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് പെർഫ്യൂം യൂസ് ചെയ്യുന്നത്? ചിലർ പറയും, ഞാൻ ലൈഫിൽ പെർഫ്യൂം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പോലെ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അത് ഒരു പെർഫ്യൂം ഇൻതൂസിയാസ്റ്റ് എന്നുള്ള ഒരു പേരിൽ നമ്മളത് ഇങ്ങനെ അറിയപ്പെടും. പക്ഷേ പെർഫ്യൂംസ് ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട്. നമ്മൾക്ക് എന്താ പറയാ, നമ്മളെ പോലെ തന്നെ പെർഫ്യൂംസ് ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ. എന്തൊരു സാധനത്തിന് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്സ് ചിലർ ചോദിക്കാറുണ്ട്. മുമ്പൊക്കെ നമ്മുടെ എന്തായിരുന്നു, ക്ലബ് ഹൗസ് എന്നുള്ള പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ. അതൊരു കൊറോണ കാലത്തൊക്കെ. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ അതിലേക്ക് ചില ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ കയറുമ്പോൾ പെർഫ്യൂംസിന്റെ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും, ഞാൻ ജീവിതത്തിൽ പെർഫ്യൂം യൂസ് ചെയ്തിട്ടില്ല. ചിലർ പറയും, ഞാൻ ബാത്തിങ് സോപ്പ് പോലും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ പലരും നമ്മളെ എടുത്ത് ഇങ്ങനെ പറയും അവരുടെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ പെർഫ്യൂംസ് യൂസ് ചെയ്യണം, ഇന്ന പെർഫ്യൂംസ് യൂസ് ചെയ്യണം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്താ പറയാ ഫീലിങ്സ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, സെലക്റ്റീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരത് കൺവിൻസ്ഡ് ആവും. ചിലർ പിന്നെ അവര് വിചാരിക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ഒരു രീതിയിൽ അവർ നിൽക്കുകയും ചെയ്യും. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ആകൃഷ്ടരായിട്ടോ അല്ല പെർഫ്യൂംസ് വാങ്ങിക്കേണ്ടത്. നമ്മുടെ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ഇനിയിപ്പോ വീഡിയോ ചെയ്താലും എത്ര സെലക്റ്റീവ് അല്ലെങ്കിൽ പാൻറ്റി ഡ്രോപ്പർ അത് ഇത് എന്ത് പെർഫ്യൂംസ് പറഞ്ഞാലും അതിലൊക്കെ ഉപരി ഈ സാധനം നമുക്ക് വർക്കൗട്ട് ആവുമോ? അങ്ങനെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആ പെർഫ്യൂംസ് എന്താ പറയാ, നമ്മുടെ ഒരു ലൈഫിൽ ഒരുപാട് മാജിക്സ് നമുക്ക് കിട്ടും ആ ഒരു പെർഫ്യൂമാണ്. അപ്പൊ ഞാനിങ്ങനെ 2 പെർഫ്യൂംസ് കയ്യിൽ പിടിച്ചത് എന്തിനാ വെച്ചാല്, ഞാൻ എൻ്റെ ചില എക്സ്പീരിയൻസുകൾ പെർഫ്യൂംസ് കൊണ്ട് എനിക്ക് കിട്ടിയ ചില എക്സ്പീരിയൻസുകൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു പെർഫ്യൂം അപ്ലൈ ചെയ്താല് നമുക്ക് അന്നൊരു നല്ലൊരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ലൊരു എനർജറ്റിക് ആവും, കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയ പോലെ തോന്നും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ചൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോലെ, അങ്ങനെയൊക്കെ. അതായത് ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഉയരാണ് നല്ലൊരു പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ. എന്ന സ്ഥാനത്ത് എന്തോ ഒരു തല്ലിപ്പൊളി പെർഫ്യൂമാണ് അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. ഞാൻ ഈ അടുത്തിടെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു 1 വീക്ക് മുന്നേ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കോഴിക്കോട് ഒരു ഷോപ്പിൽ കയറിയിട്ട്, അവരിങ്ങനെ ഒരു അത്തറിന്റെ ഷോപ്പാണ്. അപ്പൊ നമ്മളിങ്ങനെ അത്തറുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതിന്റെ ഇടയിൽ അവിടുത്തെ ആള് പറഞ്ഞു, മർജിന്റെ ഫ്രാഗ്രൻസ് അത്തറുണ്ട്. ഞാൻ പറഞ്ഞ അതിന്റെ ഷർട്ടിലൊന്നും ജസ്റ്റ് തേക്കുമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അവർ ജസ്റ്റ് നോക്കാണ്ട് എടുത്തിട്ട് തേച്ചത് ഏതാണെന്ന് വെച്ചാല് നമ്മൾ ട്രിപ്പിൾ വെനിലന്റെ ഫ്രാഗ്രൻസ്. ട്രിപ്പിൾ വെനില നമുക്കറിയാം സ്ട്രോങ്ങർ ഫ്രാഗ്രൻസ് ആണ്. അത് നമ്മൾ വണ്ടിന്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ഹാളുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ. അപ്പൊ ഇത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സാധനം, അതും അതിന്റെ എസെൻസ് എന്റെ ഷർട്ടിൽ അപ്ലൈ ചെയ്ത എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഞാനത് ഒന്നും മിണ്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇത് മർജല്ല. അപ്പൊ അവർ നോക്കിയിട്ട്, ഓ സോറി മർജി അല്ല, മാറി. അവരുടെ മർജി പിന്നെ എന്റെ വേറെ കയ്യിൽ തേച്ചു. പക്ഷെ എനിക്ക് അതിന്റെ മുന്നേ ഈ ഒരു ഫ്രാഗ്രൻസ് എങ്ങനെയെങ്കിലും എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി അവിടുന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പിൽ കയറി ഈ ഷർട്ട് മാറ്റിയിട്ട് ഞാൻ അവിടെ തന്നെ ഒരു ടീഷർട്ട് വാങ്ങിയിട്ടിട്ട് നേരെ വന്നു. എന്നിട്ട് അത് പൊതിഞ്ഞ് വണ്ടിന്റെ ഡിക്കിൽ ഇട്ട് വെച്ചു. കാരണം എനിക്ക് അത് ബെയർ ചെയ്യാൻ കഴിയൂല. കാരണം നമ്മൾ അത് ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം അപ്ലൈ ചെയ്ത് പോയാല് ഡെഫിനറ്റ് ആയിട്ടും പിന്നെ നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല, ചില നല്ല പെർഫ്യൂംസ് നമ്മൾ അപ്ലൈ ചെയ്ത്, നല്ലത് ഇൻ ദ സെൻസ് ഓരോരുത്തർക്കും നല്ലത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ബ്ലൂ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എന്താ പറയാ, അതാ ഒരു ഫ്രഷ്നെസ് ഉള്ള ബ്ലൂ ഓഫീസ് പെർഫ്യൂംസ് ആണ് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ മോസ്റ്റ്ലി. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു ആംബർ സ്മോക്കി ടച്ച് ഉള്ള ഫ്രാഗ്രൻസുകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഊത് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഇഷ്ടപ്പെടാറില്ല. എന്നാലും ചിലപ്പോൾ ഈ ബ്ലാക്ക് ഇൻസെൻസ് മലാക്കിയൊക്കെ പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഡാർക്ക് കരിഞ്ഞ ഫ്രാഗ്രൻസ് ഉള്ള അത് എനിക്ക് ഇഷ്ടമാണ്. കാരണം അതിൽ ഒരു ആംബർ ടച്ച് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്ലൂ പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടുക. അപ്പൊ ഞാൻ എന്താ പറയാ, ഒരു മൂഡ് ഓഫ് ആക്കിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഈ ഒരു സാധനത, ഈ എവിഡൻസ്, ഈ പ്രോഷ എവിഡൻസ്, ഇതൊരു ദിവസം ഇതിങ്ങനെ കുറെ ദിവസം പല പല തിരക്കുകളുടെ ഒക്കെ ഇടയിൽ പെർഫ്യൂംസ് കാര്യമായിട്ട് അങ്ങനെ നോക്കിയിട്ടൊന്നും തന്നെ അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ പെർഫ്യൂംസ് സാധാരണ അപ്ലൈ ചെയ്യുന്നതിൽ മാറ്റിയിട്ട് ഈ സാധനം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്ലൈ ചെയ്തപ്പോ എൻ്റെ ഒരു അതായത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് തോന്നി, എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഞാൻ
മാറേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അല്ല, എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെയല്ല പോകേണ്ടത്. അതായത് നമ്മൾക്ക് തന്നെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ നമ്മളെ മൈൻഡിൽ വർക്ക് ചെയ്യണം. അപ്പൊ നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടിയപ്പോൾ, നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു സ്പൈസി നോട്ട്സും എല്ലാം കൂടി ഒന്ന്, മാത്രമല്ല ഡേവിഡ് ബെക്കാമിന്റെ ഒരു സാധനം ഉണ്ട് എൻ്റെ, ഞാൻ മുമ്പ് ബിയോണ്ട് ഫോർ എവർ ഒരു പെർഫ്യൂം ഉണ്ട്, അതിന്റെ ഒക്കെ ഒരു വൈബ് ഇതിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് എന്തൊക്കെയോ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു തോന്നല്. അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്താ പറയാ, ചിലപ്പോ നമ്മൾ ഈ സിനിമ കണ്ട് മറ്റേ KGF കണ്ട് ബോംബെ പോയി എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ പെർഫ്യൂം അപ്ലൈ ചെയ്ത് അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ തോന്നി. അങ്ങനെ അന്ന് എടുത്തിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്തു. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ 1-2 ഒക്കേഷൻസിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം എനിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഞാൻ ഈ ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ഓവർകം ചെയ്യാൻ ഇതിനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ എന്താ പറയാ, എനിക്ക് കിട്ടിയ ഒരു കാര്യം ജസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത്, അതാണ് ഈ എവിഡൻസ്. ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഇനിയിപ്പോ ഇതാണ് പെർഫ്യൂം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാം. ഇത് എല്ലാവർക്കും വർക്ക്ഔട്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് തന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈ നൈക്കിന്റെ അപ്പ് ആൻഡ് ഡൗൺ. ഇതിന്റെ പെർഫ്യൂം എൻ്റെ കയ്യിലുണ്ട്. ഇത് ആദ്യം ഞാൻ ഡിയോണ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പല പെർഫ്യൂംസ് ഇങ്ങനെ നോക്കുന്നതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് എടുത്തിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു സ്പാർക്ക് അടിച്ചു മൈൻഡിൽ. ഇത് എന്തായാലും എനിക്ക് വേണം എന്നുള്ള ആ ഒരു തോന്നല്. അപ്പൊ ഇത് നമ്മുടെ CK യൂഫോറിയ മാൻ പെർഫ്യൂമായിട്ടൊക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു വൈബാണ് ഈ പെർഫ്യൂം എന്നുള്ളത്. എന്തൊരു ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ആണെന്ന് അറിയാം. അപ്പൊ ആ ഒരു ഫ്രഷ്നെസ്, സീ നോട്ട്സ് എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ എടുത്ത് ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് തരിക, എന്തൊക്കെയോ നമുക്കൊരു ഹാപ്പിനെസ് മൈൻഡിന് അത് ഒരു കിട്ടുക. അപ്പൊ അങ്ങനെ ഞാൻ ഈ പെർഫ്യൂം എടുത്ത് പിന്നീട് ഇടയ്ക്കൊക്കെ ഓരോ ഒക്കേഷൻസിലൊക്കെ അപ്ലൈ ചെയ്യും. നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. സോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളാണ്. നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കി നോക്കും. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ട്സ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല നമ്മൾ എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ മൂഡ് ഓഫ് ആയി, അല്ലെങ്കിൽ ഒരു ബോറടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്കൊരു കോൺസെൻട്രേഷൻ കൊടുത്ത് ഒരു സംഭവം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ചില പെർഫ്യൂമുകൾക്ക് തരാൻ കഴിയും. അപ്പൊ അത് എങ്ങനത്തെ പെർഫ്യൂംസ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു എന്താ പറയുക, ഒരു ഈസി ആയിട്ടുള്ള പെർഫ്യൂംസ്, നല്ല പെർഫ്യൂംസ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന benefits. So anyways, that's all for this video. Thanks for watching.